ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിഷുവിൻ്റെ അല്ലറ ചില്ലറ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞെടുപ്പോട് കൂടിയ മാങ്ങ നമ്മുടെ പുതിയ വീടിൻ്റെ അടുത്തേക്ക് വെള്ളമടിക്കാൻ പോയപ്പോൾ ഗിരീശേടൻ പറിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ്. തലേദിവസം അരച്ച് വെച്ചുകൊണ്ട് രാവിലെ വേറെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ദോശയാക്കി ചട്നിയാക്കി കേട്ടോ. അങ്ങനെ ചായ വെച്ച് കുടിച്ചു നമ്മളെല്ലാവരും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിഷുവിൻ്റെ മെയിൻ ഐറ്റമായ കണിക്കൊന്ന എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടാൾ രാവിലെ പോയതാണ്. എവിടെ ഇവർക്ക് കണിക്കൊന്ന കിട്ടില്ല. ലാസ്റ്റ് ഒരു സ്ഥലത്ത് നല്ലോണം കണിക്കൊന്ന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കണിക്കൊന്നെല്ലാം പറിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ മറ്റൊരു ഐറ്റമായ ചക്ക, അതായത് ചക്ക 3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് അപ്പുറത്ത് അമ്മയ്ക്ക് കൊടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളവിടെ അങ്ങോട്ടൊക്കെയെല്ലാം കണി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉരുളിക്കാത്ത എല്ലാം കൊള്ളുന്ന രീതിയിലാണ്. പക്ഷെ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ പൂജാമുറി നിറച്ചും കണി വെച്ച സാധനമായിരിക്കും. പിന്നെ ചക്ക ഫുള്ളായിട്ടൊരു ചക്കയും വെക്കും, പകുതി ആക്കിയിട്ടൊരു ചക്കയും വെക്കും. അപ്പോൾ അങ്ങനെയൊന്നും അങ്ങോട്ടില്ല. എല്ലാം ഒരുമിച്ച് ഒരു ചെറിയ ഉരുളിക്കകത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ല. ഞാനിപ്പോൾ ആയിട്ട് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡെയിലി ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ആ ലിപ്സ്റ്റിക്കാണ് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക്, ഗേൾ പവറിൻ്റെ ലിപ്സ്റ്റിക്ക്. അതാകുമ്പോൾ തിന്നാലും കുടിച്ചാലും ഒന്നും പോകത്തില്ല, അവിടെ തന്നെ ഉണ്ടാവും. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ നല്ല ഷെയ്ഡുമാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ പിരിയം ത്രെഡ് ചെയ്യാൻ പോയി. പിന്നെ ഞാൻ നമ്മുടെ വിഷുക്കോടി ഷേപ്പാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി വിഷുക്കോടിയൊക്കെ ഷേപ്പാക്കി വന്നു. ഷിറ്റുവിനെ ഞാൻ രാവിലെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവനെ സ്കൂട്ടിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അമ്പുവിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് മീഷോന്ന് വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സ്. എനിക്ക് ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു സുഖം തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഞ്ഞിയൊന്നും വെച്ചിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ വന്നു. അപ്പോഴത്തേക്ക് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. ബ്ലൗസ് നിങ്ങളത് എത്തിക്കാം, നിങ്ങൾ നാളെ രാവിലെ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ തിരക്കില്ലാന്ന്, അതുകൊണ്ട് ഇവിടെ അടിച്ചിട്ട് നാളെ രാവിലെ വിഷുവിന് പറഞ്ഞ അമ്മ മറ്റേ നാട്ടിൽ പോകുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിന്റെ മേടിച്ചിട്ടാ കിട്ടിയാ? നമ്മുടെ അടിച്ചില്ലെന്ന് പറയാം. അടിച്ചില്ലെന്നല്ല, നാളെ രാവിലെ വെളുപ്പിന് എത്തിക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് എത്തിക്കും? അല്ല, ഞാൻ ഇങ്ങോട്ട് പോകണം. ഇതെന്റെ സാധനം, ഇതെന്റെ പാവാടയുടെ ബ്ലൗസ്. പിന്നെ ഇതെന്റെ പാവാടയുടെ ബ്ലൗസ്, സെറ്റ് പാവാടയുടെ. ടേസ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും കുഴപ്പം എപ്പോഴും ഉണ്ടാവും. നേരെ കുഞ്ഞേ വേണ്ട വേണ്ട അച്ഛാ, എന്തിന് അതുകൊണ്ടേ കൂടാ മടുത്തോ? അത് എത്ര നല്ല കളറുണ്ട് ഈ മേടിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രാവിലെ അവിടുത്തെ ബ്യൂട്ടി പാർലർ ചോദിച്ചിരുന്നു സ്പാ ചെയ്യാൻ നല്ല പൈസ ആവുമെന്ന്. പൈസ ചോദിച്ചില്ല, ശരിക്കും സ്പാ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കൊണ്ടിട്ട് സ്പാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്പാ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ സ്പാ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല മസാജൊക്കെ തന്നെ സ്പാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ചേച്ചി ഒരു ഷോക്ക് അടിക്കാത്തൊരു മെഷീൻ വെച്ചു. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് ഷോക്ക് അടിക്കുമോ തലക്കാനും. ഇടയ്ക്കിടയ്ക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഈശ്വരൻ്റെ അമ്മ ഇലയുടെ ഉണ്ടല്ലോ, നമ്മളെ വിഷുവിൻ്റെയൊക്കെ സമയത്ത് ഇലയുടെ ആക്കാറുണ്ട്. അപ്പോൾ തലേ ദിവസം ഇലയുടെ ആക്കിയായിരുന്നു. അപ്പോൾ ആ ഇലയുടെയും കൂടി ചായ കുടിച്ചു കേട്ടോ.
രാത്രി പിന്നെ പറയാനുണ്ടോ പടക്കം പൊട്ടിക്കുക, പിള്ളേരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പുറത്തേക്ക് നമ്മൾ അപ്പുറത്തെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ എപ്പോഴാണ് സന്ധ്യ ആയപ്പോൾ തുടങ്ങിയ പടക്കം പൊട്ടിക്കലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ, പടക്കം പൊട്ടിക്കുന്നതിനോട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്മയുണ്ട്, ഒരു ലോഡ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മുതലേ അമ്മേനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല ശരിക്കും, ഞാൻ അല്ലറ ചില്ലറ തിരക്കുകളിലായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ ഈ വീട് ചെറുതായതുകൊണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ചെറുതായതുകൊണ്ട് എനിക്ക് വലിയ ക്ലീനിങ് ആക്കേണ്ട പണിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത്യാവശ്യം ഫ്രീ ആയിരുന്നു. പിന്നെ അങ്ങനെ അമ്മ കുറച്ച് ഉണ്ണിയപ്പം എടുത്തിട്ട് ഉണ്ടാക്കി. ഞാൻ പോകുമ്പോഴത്തേക്ക് അമ്മ ഏകദേശം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു ഇനി ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾ പോയിട്ട് കുളിച്ചെന്ന് പറഞ്ഞു അമ്മയോട്. അങ്ങനെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. കണിയൊക്കെ ഉണ്ണിയപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഉണ്ണിയപ്പൊക്കെ തിന്നുകൊണ്ട് ഈശ്വരനെ ചുറ്റും പിള്ളേർ പുറത്ത് പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പടക്കം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം 3 ദിവസം എടുക്കുമായിരിക്കും പൊട്ടിച്ച് തീരാൻ വേണ്ടിയിട്ട്. എന്നാലും അവരുടെ ഒരു സന്തോഷം എല്ലാവർക്കും, എന്താ പിള്ളേർ നല്ല ഹാപ്പിയായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞെന്താ ഇവിടെ കുറച്ച് സമയം നിന്നു കേട്ടോ. വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിന്നതാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇവർ ഇത് പൊട്ടിച്ച് തീരുന്നില്ല. എനിക്ക് ശരിക്കും പേടിയത് ഇതിൻ്റെ അടുത്തേക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഈ ചേട്ടൻ ഒരു മുല്ലപ്പൂവും കുപ്പിയോളം ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ മൈലാഞ്ചിയൊന്നും ഞാൻ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ മുല്ലപ്പൂ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി എന്തോന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ കൊണ്ടുവന്നല്ലേ വിചാരിച്ച് മൈലാഞ്ചിയൊക്കെ വെച്ചിട്ടാണ് രാത്രി കിടന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോത്തിലുള്ള കണിയൊക്കെ റെഡിയാക്കി കിടന്നിറങ്ങി.